ആലപ്പുഴ കായംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന 9 വയസ്സുകാരി മരിച്ചതിൽ ചികിത്സാ പിഴവ് ആരോപിച്ച് ബന്ധുക്കളുടെ പ്രതിഷേധം. പനിയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അജിത് ശരണ്യ ദമ്പതികളുടെ മകൾ ആദിലക്ഷ്മിയാണ് മരിച്ചത്. കായംകുളം എബനൈസർ ആശുപത്രിക്കെതിരെയാണ് പ്രതിഷേധം. മനീഷ് മഹിപാൽ വിശദാംശങ്ങളുമായി. മനീഷ്, എന്താണ് കുടുംബത്തിന്റെ ആരോപണം? അനുജ, കഴിഞ്ഞ 10-ാം തീയതി ഉച്ചയ്ക്ക് ശേഷമാണ് ആദിലക്ഷ്മി 9 വയസ്സുള്ള 3-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് പനിയെ തുടർന്നാണ് ഉച്ചയ്ക്ക് ഈ എബനൈസർ എന്ന കായംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുന്ന സമയത്ത് ആദിലക്ഷ്മിക്ക് വയറുവേദനയും ശരീരവേദനയും ഉണ്ടായിരുന്നു. അങ്ങനെ പനി 2 ദിവസമായി മൂർച്ഛിച്ചു. ഇന്ന് രാവിലെയാണ് സ്വകാര്യ ആശുപത്രിയിൽ തന്നെ അവരെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് ICUയിലേക്ക് കുട്ടിയെ മാറ്റുന്നത്. അങ്ങനെ മാറ്റി രാവിലെ 8 മണിയോടെ മരിച്ചു എന്നാണ് ബന്ധുക്കളെ അറിയിക്കുന്നത്. അങ്ങനെ ഈ കുഞ്ഞിൻ്റെ പനി ഗുരുതരാവസ്ഥയിലായി എന്നുള്ള യാതൊരു സൂചനയും ആശുപത്രി അധികൃതർ നൽകി എന്നാണ് വീട്ടുകാർ പറയുന്നത്. സാധാരണ ഒരു പനിക്ക് ചികിത്സിക്കുന്ന വണ്ണം ഈ ആശുപത്രിയിൽ എത്തിച്ച് അഡ്മിറ്റാക്കി അവിടെ ചികിത്സ നൽകുകയായിരുന്നു. മതിയാവണ്ണമുള്ള പരിശോധനകൾ നടത്തിയിരുന്നില്ല. അതായത് വേറെന്തെങ്കിലും ഗുരുതരമായിട്ടുള്ള അസുഖങ്ങൾ കുഞ്ഞിനുണ്ടോ എന്നുള്ള പരിശോധന നടത്തിയിരുന്നില്ല എന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ഇത് സംബന്ധിച്ച് ആശുപത്രി അധികൃതർ ഇപ്പോഴും എന്താണ് സംഭവിച്ചത്, കുഞ്ഞിൻ്റെ മരണകാരണം എന്താണ്, ഏത് വിധത്തിലാണ് പനി മൂർച്ഛിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ വിശദീകരിക്കാൻ നിലവിൽ ഈ എബനൈസർ എന്ന ആശുപത്രിയുടെ അധികൃതർ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ബന്ധുക്കൾ വലിയ പ്രതിഷേധമുണ്ട്. ഈ അമ്മ ശരണ്യ ഒപ്പം തന്നെ ബന്ധുക്കളൊക്കെ തന്നെ ഈ ആശുപത്രിയിൽ എത്തി പ്രതിഷേധിക്കുകയാണ്. ഇപ്പോൾ കായംകുളം DYSP നേതൃത്വത്തിൽ അവിടെ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. ഇന്ന് വണ്ടാനം മെഡിക്കൽ കോളേജിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തും. അതിനുശേഷം മാത്രമായിരിക്കും എന്താണ് മരണകാരണമെന്ന് അറിയാൻ സാധിക്കുന്നത്. കുടുംബം ഇത് സംബന്ധിച്ച് ആരോഗ്യമന്ത്രിക്കും DMOയ്ക്കും പരാതി കൊടുക്കുമെന്നാണ് അറിയിക്കുന്നത്. കായംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് പനിയെ തുടർന്ന് 9 വയസ്സുകാരി ചികിത്സയിലിരുന്നത്. ആ കുട്ടി മരിച്ചതിൽ ചികിത്സാ പിഴവ് സംഭവിച്ചിട്ടുണ്ട്. കൃത്യമായി ചികിത്സ നൽകിയിട്ടുള്ള പരിശോധനകൾ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ബന്ധുക്കളുടെ ആരോപണം. എന്നാൽ ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഇതുവരെ വിശദീകരണമൊന്നും ലഭിച്ചിട്ടില്ല എന്നതാണ് മനീഷ് മഹിപാൽ നൽകിയ വിവരം.